രാഹുൽ ഗാന്ധിക്ക് എന്ത് ചാൻസ് ഇവിടെ ഒരാളൊക്കെയും ചെയ്യാത്തിട്ട് രാഹുൽ ഗാന്ധി എന്ത് ചാൻസാ ഈ രാജ്യത്ത് ഒരു സംഗതി ചെയ്തിട്ടില്ല. ആര് തോൽക്കണം രാഹുൽ ഗാന്ധി സത്യത്തിൽ. ഇപ്പോൾ നമ്മുടെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് ഒന്നും ഒരു അക്ഷരം പറയാൻ വേണ്ടി അയാൾ തയ്യാറായി. CPM-ൻ്റെ ആരെങ്കിലും ആണെങ്കിൽ പകുതി വോട്ട് അവർ പിടിക്കും. പക്ഷേ CPM-കാരനല്ല, ആനിരാജയാണ്. അതിനെക്കൊണ്ട് 8 നിലയിൽ ആ പെണ്ണുങ്ങൾ പോട്ടും. ആനിരാജയാണ് വരേണ്ടത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് ആനിരാജയ്ക്ക് ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശക്തമായ സ്ഥാനാർത്ഥി വന്നാലും ഇവിടെ വയനാടിനെ സംബന്ധിച്ചൊന്നും BJPക്ക് ഇതിലൊരു 30% വോട്ട് വരെ പിടിക്കാൻ കഴിയില്ല. പാർലമെൻറ്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനും ആനുകൂല്യം നേടിയെടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ് ആനിരാജ. ആനിരാജ ആണ് ചാൻസ് ഉള്ളത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധി ജയിക്കാനാണ് ചാൻസ്. അതിലെന്ത് സംശയിക്കാനാണ്, രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും. ആനിരാജയാണ് വരേണ്ടത്. പക്ഷേ രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് ആനിരാജയ്ക്ക് ഇടിവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. BJP ആരെ പ്രഖ്യാപിച്ചാലും സ്ഥാനാർത്ഥി ഉണ്ടെങ്കിലും ഇവിടെ വയനാട് കോൺഗ്രസിൻ്റെ കുത്തക മണ്ഡലമല്ലേ. ഒരു BJP വന്നുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. രാഹുൽ ഗാന്ധി തന്നെയാണ് ജയിക്കൽ. കോൺഗ്രസ്സിലെ രാഹുൽ ഗാന്ധി തന്നെ ആയിരിക്കും എന്നാണ് നമ്മളൊരു ഇത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണ്. മൂപ്പരെ ആ ഒരു ദേശീയ നേതാവാണ്, മറ്റേതും ദേശീയ നേതാവ് തന്നെയാണ് ആനിരാജ. എന്നാലും രാഹുൽ ഗാന്ധിക്കാണ് സാധ്യത കൂടുതൽ. നമ്മൾക്ക് ജയിക്കണമെന്ന് ആനിരാജ ജയിക്കണം തന്നെയാണ് നമുക്ക് താല്പര്യം. പക്ഷേ രാഹുൽ ഗാന്ധി ജയിക്കും. BJPൻ്റെ അവരൊന്നും ഇവിടെ നിന്നിട്ടൊരു കാര്യമില്ല. എന്തായാലും കേരളത്തിൽ അവർക്ക് 2 സീറ്റ് കിട്ടും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതും ഉറപ്പൊന്നുമില്ല. ഇവിടെ അവർക്കൊന്നും ഒരു ശക്തമായ സ്ഥാനാർത്ഥി വന്നാലും ഇവിടെ വയനാടിനെ സംബന്ധിച്ചൊന്നും BJPക്ക് ഇതിലൊരു 30% വോട്ട് വരെ പിടിക്കാൻ കഴിയില്ല. രാഹുൽ ഗാന്ധി തന്നെയാണ് ജയിക്കുള്ളൂ. രാഹുൽ ഗാന്ധി ജയിക്കും. ആനിരാജ ആണ് ചാൻസ് ഉള്ളത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി വരുന്നത് കൊണ്ട് രാഹുൽ ഗാന്ധി ജയിക്കാനാണ് ചാൻസ്. ഉറപ്പാണ്. രാഹുൽ ഗാന്ധി നിൽക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഉറപ്പ് നിന്നല്ലോ. രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. അതിന് രാഹുൽ ഗാന്ധിക്ക് ചാൻസ് ഉള്ളൂ. ഇല്ല, BJP ഒന്നും ഇവിടെ ഒന്നും ഉണ്ടാവില്ല. സ്ഥാനാർത്ഥി എങ്ങനെയാണ് രാഹുൽ ഗാന്ധിക്ക് ചാൻസ് ഉള്ളൂ. തീർച്ചയായിട്ടും വേറെ ചാൻസ് ഇല്ല. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ ആനിരാജക്കാണ് ചാൻസ്. അപ്പോൾ രാഹുൽ ഗാന്ധി നിൽക്കുന്നത് കൊണ്ട് വേറെ ഒരാൾക്കും ഇവിടെ ചാൻസ് കിട്ടാൻ സാധ്യതയില്ല. വയനാടിനെ സംബന്ധിച്ച് ചിലപ്പോൾ ഭൂരിപക്ഷം ചിലപ്പോൾ കുറച്ച് കുറഞ്ഞു വരും. എന്നാലും ചാൻസ് രാഹുൽ ഗാന്ധിക്കാണ്. വയനാട്ടിൽ സാധ്യത കോൺഗ്രസ് വരാനാണ് സാധ്യത. രാഹുൽ ഗാന്ധിയാണ് വരാൻ സാധ്യത. ആനിരാജിന് ചാൻസ് കുറവാണ്. അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് മനസ്സിലാകുന്നത്. ഇല്ല ഇല്ല. വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ BJPക്കായിരിക്കും സാധ്യത ഉണ്ടാകുക. നിലവിലെ അവസ്ഥ അനുസരിച്ച് രാഹുൽ ഗാന്ധിയാണ്. ആനിരാജ ജയിക്കും ഉറപ്പാ. രാഹുൽ ഗാന്ധിക്ക് എന്ത് ചാൻസ് ഇവിടെ ഒരാളൊക്കെയും ചെയ്യാത്തിട്ട് രാഹുൽ ഗാന്ധി എന്ത് ചാൻസാ ഈ രാജ്യത്ത് ഒരു സംഗതി ചെയ്തിട്ടില്ല. പാർലമെന്റിൽ പോയി പാർലമെന്റിൽ ചെന്നിട്ടും തന്നെ ഒരൊറ്റ അക്ഷരം മിണ്ടാത്ത ഒരാളാണ് ഈ രാഹുൽ ഗാന്ധി. വയനാട്ടിനെ പറ്റി അയാൾ വേറെ എന്താ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. അല്ല വേറെ ഒന്നും വയനാട്ടിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അയാൾ തോൽക്കണം രാഹുൽ ഗാന്ധി സത്യത്തിൽ. BJP ഇതുവരെ കാൻഡിഡേറ്റ് പ്രഖ്യാപിച്ചിട്ടില്ല. വീണ് വഴി വന്നാലും വന്നില്ലെങ്കിൽ ശരി. കെട്ടിവെച്ച അതെ ജയിക്കണം ആനിരാജ. അതാ അതിൻ്റെ ശരി. അതാണ് അതിൻ്റെ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുള്ളൂ. ദേശീയ നേതാവുമാണ്. അങ്ങനെ എല്ലാം കൊണ്ടും പ്രധാനപ്പെട്ടൊരു കഴിഞ്ഞ പ്രാവശ്യം ജയിച്ച് ആ ട്രെൻഡ് കഴിഞ്ഞ പ്രാവശ്യം ട്രെൻഡ് പ്രധാനമന്ത്രി ആവുന്ന ട്രെൻഡായിരുന്നു. അതിൽ ജയിച്ചു പോയത്. അതിനാണ് അത്ര വലിയ ഭൂരിപക്ഷം കിട്ടി. ഇപ്രാവശ്യം അതൊന്നും കിട്ടൂല. ജനങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പോൾ നമ്മുടെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് ഒന്നും ഒരു അക്ഷരം പറയാൻ വേണ്ടി അയാൾ തയ്യാറായിട്ടില്ല. അതേമാതിരി തന്നെ പൗരത്വ ഇന്നത്തെ CA അതുമായി ബന്ധപ്പെട്ട് കക്ഷി ഒന്നും പറഞ്ഞില്ല. കോൺഗ്രസും പറഞ്ഞിട്ടില്ല, അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. മിണ്ടാൻ കഴിയുന്നില്ല കോൺഗ്രസ്സിന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക്. അതെ, അതാണ് ഈ നമ്മുടെ ഇന്നത്തെ ഇന്ത്യയുടെ ഒരു ഇതിൽ ആനിരാജയെ പോലുള്ളവർ ഇടതുപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് പിന്നെ ഇന്ത്യ മുന്നണിയുടെ ഒരു രീതിയിലുള്ള ഭരണം കേന്ദ്രത്തിൽ വരണം. അതിന് ഇവിടുന്ന് ആനിരാജ ജയിച്ചു പോകേണ്ടത് അത്യാവശ്യമാണ്. പാർലമെൻറ്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനും
ചർച്ച ചെയ്യാനും ആനുകൂല്യം നേടിയെടുക്കാനൊക്കെ പറ്റിയൊരു സ്ഥാനാർത്ഥിയാണ് ആനി രാജ. അതുകൊണ്ട് അവർ നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവിടെ ചെയ്തോടത്തോളം അങ്ങനെയാണ്. റഹ്മത്തുള്ളനെ നിർത്തി CPI-ക്കാർ കൊണ്ടുവന്നിട്ട് അന്ന് 8 നിലയിൽ ആ ചെങ്ങായിനെ പൊട്ടിച്ച്. CPM-ൻ്റെ ആരെങ്കിലും ആണെങ്കിൽ പകുതി വോട്ട് അവർ പിടിക്കും. പക്ഷേ CPM-കാരനല്ല, ആനിരാജയാണ്. അതിനെക്കൊണ്ട് 8 നിലയിൽ ആ പെണ്ണുങ്ങൾ പൊട്ടും. പിന്നെ ഇപ്പോൾ അവിടെ നിൽക്കാൻ പറ്റിയ ആരാ ഉള്ളത്? രാഹുൽ ഗാന്ധി ജയിക്കും. ആ, കഴിഞ്ഞ പ്രാവശ്യത്തെ അതേമാതിരി തന്നെ ജയിക്കും. ആ, BJP ഇനിയിപ്പോൾ ആരെ പ്രഖ്യാപിച്ചിട്ടും കാര്യമില്ല. വയനാടിൻ്റെ മുകളിൽ ഓർക്ക് ഒരു സീറ്റ് പോലും കിട്ടൂല. കാരണം ആളുണ്ടോര് ഈ പറഞ്ഞ മാതിരിയാണ്. ഓർക്ക് പറ്റിയ ആൾക്കാരെ നിർത്തണം. ഇവിടെ ഏതെങ്കിലും ഒരു ആദിവാസീനെ, BJP-ൻ്റെ ഏതെങ്കിലും ഒരു ആദിവാസീനൊക്കെ നിർത്തിയാൽ ചിലപ്പോൾ ഒരു ട്രെൻഡില്ല. അല്ലാതെ അവിടുന്ന് വടക്കേ ഇന്ത്യയിൽ നിന്ന് തെക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ ഓരോരുത്തരെ കൂടെ നിർത്തിയിട്ടുണ്ടെന്നും കാര്യമില്ല. പിന്നെ നമ്മുടെ രാജ്യത്ത് ആര് ഭരിച്ചിട്ടും കാര്യമൊന്നുമില്ല. വെള്ളക്കാരൻ പോയി കൊള്ളക്കാരനെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞ സ്ഥിതിയാണ്. ആ,